കൊല്ലം സുധിയുടെ വിയോഗശേഷമായിരുന്നു രേണുസുധി അഭിനയ മേഖലയ്ക്ക് ഇറങ്ങിയത്. സാഹചര്യ സമ്മർദ്ദത്തിലാണ് താൻ ഇതിലേക്ക് നയിച്ചതെന്ന് അവർ പറഞ്ഞിരുന്നു. മക്കളെയും മാതാപിതാക്കളെയും നോക്കണം, വേറൊരു ജോലിയും ചെയ്യാൻ പറ്റില്ല. സുധിച്ചേട്ടനുണ്ടായിരുന്ന സമയത്ത് അവസരങ്ങളൊക്കെ വന്നതാണ്. പോയി ചെയ്യൂ എന്നായിരുന്നു പുള്ളി പറഞ്ഞത്. എൻ്റെ വീട്ടുകാർക്കും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും ഞാൻ അഭിനയിക്കുന്നതിൽ എതിർപ്പുകളില്ല. അവരെ മാത്രമാണ് എനിക്ക് ബോധ്യപ്പെടുത്താനുള്ളൂ. അവർക്ക് കാര്യങ്ങളെല്ലാം അറിയാമെന്നും രേണു പറഞ്ഞു. വീട് ലഭിച്ചതും അതിനുശേഷമുള്ള വിവാദങ്ങളൊക്കെയുമായി സോഷ്യൽ മീഡിയ താരമായി മാറുകയായിരുന്നു രേണു. ആൽബങ്ങളും ഉദ്ഘാടന ചടങ്ങുകളുമാണ് രേണുവിനെ താരമാക്കി മാറ്റിയത്. സന്തോഷത്തോടാണ് എല്ലാം ചെയ്യുന്നത് എന്ന് അവർ പറഞ്ഞിരുന്നു. ആൽബത്തിൽ ഇന്റിമേറ്റ് സീനുകളിൽ അഭിനയിച്ചപ്പോൾ രൂക്ഷ വിമർശനമായിരുന്നു ഉയർന്നത്. അത് ആ സിറ്റുവേഷന് വേണ്ടി ചെയ്യുന്നതാണ്, കഥാപാത്രത്തിന് വേണ്ടി മാത്രം. സിനിമയിൽ ഇങ്ങനെയുള്ള രംഗങ്ങൾ ഉണ്ടാവില്ലേ? അതുപോലെ തന്നെയാണല്ലോ ഇതും. അതിലെത്ര ചൊറിയാൻ എന്തിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല. എന്ത് ചെയ്താലും എയറിലാവുന്ന അവസ്ഥയിലാണ് തൻ്റേത് കുടുംബം എന്ന് അവർ പറഞ്ഞു. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് ചാനലിലുമായി പങ്കിടുന്ന വിശേഷങ്ങളെല്ലാം വൈറലായി മാറാറുണ്ട്. ഇപ്പോഴിതാ ജീവിതത്തിലെ ഒറ്റപ്പെടലിനെക്കുറിച്ച് പറഞ്ഞുള്ള കുറിപ്പാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഒരു കൂട്ട് വേണമെന്നുമൊക്കെ ആഗ്രഹമൊക്കെ തോന്നി തുടങ്ങിയായിരുന്നു എന്ന് രേണു ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു. ഒറ്റയ്ക്ക് ജീവിച്ചു മടുത്തു. എന്നെ മനസ്സിലാക്കുന്ന, എന്നെ നോക്കുന്ന, എൻ്റെ മക്കളെ സ്നേഹിക്കുന്ന ഒരാളെ വേണം എന്ന് തോന്നി തുടങ്ങി. ഒരു കൂട്ട് വേണം എന്നെൻ്റെ മനസ്സ് ആഗ്രഹിക്കുകയാണെന്നും രേണു ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു. ആഗ്രഹിക്കുന്നത് പോലെ ഒരാൾ വന്നാൽ ഇനിയൊരു വിവാഹം സംഭവിച്ചേക്കുമെന്ന് നേരത്തെ രേണു പറഞ്ഞിരുന്നു. വിവാഹം കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വീട് പോകില്ല. അദ്ദേഹത്തിനൊപ്പമായി വേറൊരു വീട്ടിലായിരിക്കും പോകുന്നത്. അതുപോലെ പേരിലെ സുധിയും മാറ്റും. സുധിച്ചേട്ടനുമായുള്ള വിവാഹശേഷമാണ് പേരിനൊപ്പം സുധി എന്ന പേര് ചേർത്തത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അതുകൊണ്ടാണ് പേര് അതുപോലെ നിലനിർത്തുന്നത്. ഭാവിയിൽ അതിലും മാറ്റങ്ങൾ വന്നേക്കാമെന്ന് രേണു വ്യക്തമാക്കി. മോഡേൺ ഡ്രസ്സുകളും നാടൻ ലുക്കിലും ഒരുപോലെ ഉപയോഗിക്കുകയാണ് രേണു. സാഹചര്യം നോക്കിയാണ് ലുക്ക് തീരുമാനിക്കുന്നത്. ഉറക്കം പോലുമില്ലാതെ യാത്ര ചെയ്ത് ഓരോരോ പരിപാടികളിലേക്കും എത്തുന്നതും.